ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ചർച്ചയായ ഒരു സംഘടനയുണ്ട്, BDS അഥവാ ബോയ്കോട്ട് ഡൈവേഴ്സ്മെന്റ് സാങ്ഷൻ. ഇസ്രായേലിനെതിരെ അഹിംസാ മാർഗത്തിലുള്ള സമരമാണ് BDS മുന്നോട്ട് വെക്കുന്നത്. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയാണ് സംഘടനയുടെ പ്രധാന ദൗത്യം. 2005-ൽ സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയ്ക്കായി ഫലസ്തീൻ കേന്ദ്രമാക്കി ഉമർ ബർക്കൂത്തിയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം ചെറുപ്പക്കാരാണ് BDSന് രൂപം നൽകുന്നത്. എല്ലാ മനുഷ്യരെയും പോലെയുള്ള അവകാശങ്ങൾ ഫലസ്തീൻ ജനതയ്ക്കും ഉണ്ടെന്ന് ഈ സംഘടന വിളിച്ചു പറയുന്നുണ്ട്. യുദ്ധകാലത്ത് മാത്രം ബഹിഷ്കരണവുമായി മുന്നോട്ട് വരുന്നവരല്ല BDS. ഫലസ്തീനികളോടുള്ള വിവേചനത്തിനെതിരെ കാലങ്ങളായി ഇസ്രായേൽ ഭരണകൂടത്തെ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നതിനുള്ള പ്രായോഗിക രീതികളാണ് അവർ നടപ്പിലാക്കുന്നത്. ഇസ്രായേലിന്റെ കായികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സ്ഥാപനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള സഹകരണവും നൽകാതിരിക്കുക, ഇസ്രായേൽ നടത്തുന്ന അക്കാദമിക സ്ഥാപനങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക, ഫലസ്തീന്റെ മനുഷ്യാവകാശം നിഷേധിക്കുന്ന ദേശീയവും അന്തർദേശീയവുമായ സ്ഥാപനങ്ങൾക്കും കമ്പനികളെയും ബഹിഷ്കരിക്കുക എന്നതൊക്കെയാണ് BDS ചെയ്തു വരുന്നത്. ഇതിനു പുറമെ ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ബാങ്കുകൾ, ഫൈനാൻസിംഗ് കമ്പനികൾ തുടങ്ങിയ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുക, ഇസ്രായേലുമായി ബന്ധപ്പെട്ട ടാക്സ് അടക്കാൻ വിസമ്മതിക്കുക, അവരുടെ സർവകലാശാലകളുമായി ചേർന്നുള്ള പഠനം, ജോലി തുടങ്ങിയവയിൽ നിന്നും വിട്ടുനിൽക്കുക, പ്രാദേശിക കൗൺസിലുകളും പള്ളികളും പെൻഷൻ ഫണ്ടുകളും ഇസ്രായേൽ ഭരണത്തിൽ നിന്നും ഇസ്രായേലി വർണ്ണ വിവേചനം നിലനിർത്തുന്ന എല്ലാ ഇസ്രായേലി അന്തർദേശീയ കമ്പനികളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക തുടങ്ങി വിവിധങ്ങളായ ഉദ്ദേശങ്ങളാണ് BDS മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ ബഹിഷ്കരണം US-ൽ നടപ്പാക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയിലെ 37 സ്റ്റേറ്റുകളിൽ ഇസ്രായേലിനെതിരെ ബഹിഷ്കരണം നടപ്പിലാക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. BDSനെതിരെ BDS ലോ കൊണ്ടുവരുന്നതിൽ മില്യൺ കണക്കിന് ഡോളറുകളാണ് വർഷം തോറും ഇസ്രായേൽ ചെലവഴിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ വർണ്ണ വിവേചനം അവസാനിപ്പിക്കാനും അവരുടെ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാനും BDS നടത്തുന്ന ക്യാമ്പയിനുകൾക്ക് വമ്പിച്ച സ്വാധീനമാണ് ലഭിക്കുന്നത്. നിയമവിരുദ്ധമായി ഇസ്രായേലി കുടിയേറ്റവുമായുള്ള എല്ലാ തരത്തിലുള്ള വ്യാപാരം നിരോധിക്കുക, UN പോലുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇസ്രായേലിന്റെ അംഗത്വം താൽക്കാലികമായി നിർത്തിവെക്കുവാനുമായി BDS ക്യാമ്പയിനുകളിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ കമ്പനികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ലോകത്തുടനീളം നടപ്പിലാക്കുന്ന ബഹിഷ്കരണം ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ അനുദിനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. 1948 മുതൽ ഇന്ന് വരെ കാണാത്ത തകർച്ചയാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ യുദ്ധങ്ങൾ പോലെയല്ല ഇതെന്നും ഈ യുദ്ധം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചെന്നും ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ബില്യൺ കണക്കിന് ഡോളർ നഷ്ടമായെന്നുള്ള സ്റ്റാർബക്സിന്റെ കണക്കുകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. തുടർച്ചയായി 2 ആഴ്ചയും സ്റ്റാർബക്സിന്റെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. സമാനമായ അനുഭവങ്ങൾ മക്ഡൊണാൾഡ്സ് പോലുള്ള മുന്തിയ പല ബ്രാൻഡുകൾക്കും ഉണ്ട്. അവർ വിപണിയിൽ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാറ കമ്പനിക്കെതിരെ നടന്ന പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. ചിലർ യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ വരെ ഇത് എത്തിക്കഴിഞ്ഞു. ചിലർ അവരുടെ ഇസ്രായേൽ ബന്ധം ഉപേക്ഷിച്ചെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്യൂമ കമ്പനി ഇസ്രായേൽ ഫുട്ബോൾ ടീമുമായുള്ള കരാറിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. പ്രമുഖ ബ്രാൻഡുകളായ സ്റ്റാർബക്സ്, മക്ഡൊണാൾഡ്സ്, KFC തുടങ്ങിയവയുടെ സ്റ്റാളുകൾ യുദ്ധം തുടങ്ങിയ ശേഷം പലപ്പോഴും കാലിയായി കിടക്കുന്നു എന്ന് ഗൾഫ്, അറബ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കയെയും ഇസ്രായേലിനെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുകയാണ് ജനങ്ങൾ. തുർക്കി ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടില്ലെങ്കിലും പൊതുജനങ്ങളുടെ പ്രതിഷേധം ചൂണ്ടിക്കാട്ടി തുർക്കി പാർലമെന്റ് ഈ മാസം ആദ്യം കൊക്കോകോള, നെസ്ലെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തെ റെസ്റ്റോറന്റുകളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സെലിബ്രിറ്റികൾ ഇസ്രായേലിനെയും അമേരിക്കയ്ക്കുമെതിരെ പരസ്യമായ നിലപാടെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. കിഴക്കൻ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന ബേക്കറി കമ്പനിയായ പിൽസ്ബറിക്കെതിരെ നടത്തിയ ബഹിഷ്കരണ ക്യാമ്പയിൻ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയത്. 2 വർഷത്തെ ബഹിഷ്കരണ ക്യാമ്പയിനു ശേഷം മാതൃകമ്പനിയായ ജനറൽ മിൽസ് 2022-ൽ ഈ സൗകര്യം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ഇതിന്റെ ഉൽപ്പന്നങ്ങളൊന്നും അവിടെ ഉൽപ്പാദിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ ഇത്തരം പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അന്യായമായോ ദുർമാർഗത്തിലൂടെയോ വംശീയമായോ BDS ക്യാമ്പയിൻ ചെയ്യുന്നില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജൂതന്മാരടക്കമുള്ള പൊതുസമൂഹം ക്യാമ്പയിനുമായി സഹകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിനുകൾക്ക് ഇനിയും വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.